കൊച്ചി കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെതിരെ കോർപ്പറേഷൻ ഇടത് സംഘടനാ ജീവനക്കാർ പ്രതിഷേധിച്ചു. സെക്രട്ടറി എം ബാബു അബ്ദുൽ ഖാദറെ കോൺഗ്രസ് ആക്രമിച്ച സംഭവത്തിൽ അപലപിക്കുന്നതായി സംഘടനാ നേതാക്കൾ പറഞ്ഞു. അതേസമയം സെക്രട്ടറിയെ ആക്രമിച്ച കേസിൽ കോർപ്പറേഷൻ പരിസരത്ത് നിന്ന് കോൺഗ്രസ് പ്രവർത്തകൻ റോഷൻ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ആകെ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തത്തിൽ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇതിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്നാണ് കോർപ്പറേഷൻ ഇടത് സംഘടനാ ജീവനക്കാർ പ്രതിഷേധിച്ചത്. ഗേറ്റിന് മുന്നിൽ തമ്പടിച്ച് ഓഫീസിലേക്ക് ജീവനക്കാരെ കടത്തിവിടാതെയായിരുന്നു ഇന്നലെ കോൺഗ്രസ് ഉപരോധം നടത്തിയത്. ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവനക്കാരെ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു. കടത്തിവിടാതിരുന്നതിനെ തുടർന്ന് തൊട്ടടുത്ത് കോർപ്പറേഷന്റെ അധീനതയിലുള്ള സുഭാഷ് പാർക്കിലിരുന്ന് ജോലി ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറി എം ബാബു അബ്ദുൽ ഖാദറിന് നേരെ ആക്രമണമുണ്ടായത്. അതേസമയം അക്രമത്തിൽ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി. കോർപ്പറേഷൻ സെക്രട്ടറിയെ മർദ്ദിച്ച കേസിൽ പ്രതി ലാൽ വർഗീസ്, ജെറി ജസി എന്നിവർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഇന്ന് റോഷൻ മാത്യു എന്ന പ്രവർത്തകനെ കൂടി കോർപ്പറേഷൻ പരിസരത്തു നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് കോർപ്പറേഷൻ മുറ്റത്ത് ഇടത് സംഘടനയുടെ പ്രതിഷേധം നടന്നപ്പോൾ ഗേറ്റിന് പുറത്ത് മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിഷേധിച്ചു. വരും ദിവസങ്ങളിലും മേയർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.